എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് ആകുന്നവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ ദിമിത്രിയോസ് ഡാമന്തക്കോസ് കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിന് മുന്നിൽ വെച്ച ഓഫർ വീണ്ടും റിജക്ട് ചെയ്തിരിക്കുന്നു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. വീട്ടിലേക്ക് കടക്കും മുമ്പേ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 85% പേരും ചാനൽ ഇതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് നമ്മുടെ ചാനൽ പരമാവധി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൂടെ തന്നെ കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായ ദിമിത്രിയോസ് ഡാമന്തക്കോസ് അദ്ദേഹത്തിന് മുന്നിൽ ബ്ലാസ്റ്റേഴ്സ് വെച്ച ഓഫർ വീണ്ടും തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് മുന്നിൽ ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഒരു ഓഫർ വെച്ചു. എന്നാൽ താരം അത് റിജക്റ്റ് ചെയ്യാനുള്ള കാരണം താരത്തിന് നൽകുന്ന സാലറി തന്നെയാണ്. അദ്ദേഹം ആവശ്യപ്പെടുന്ന സാലറി നൽകാൻ ബ്ലാസ്റ്റേഴ്സ് തയ്യാറാകുന്നില്ല. അതുതന്നെയാണ് താരം ഇപ്പോൾ കരാർ പുതുക്കലിനുള്ള നിഷേധം ബ്ലാസ്റ്റേഴ്സിനെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് ബ്ലാസ്റ്റേഴ്സിനൊരു തിരിച്ചടി തന്നെയാണ്. എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് താരം ബ്ലാസ്റ്റേഴ്സ് വിട്ടേക്കുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഈ വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വിട്ടിരിക്കുന്നത് KBFC എക്സ്ട്രാ എന്ന് പറയുന്ന ഒരു ട്വിറ്റർ ഹാൻഡിലാണ്. സോഹൻ പോഡർ എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകൻ ഇന്നലെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് അവർ ഇപ്പോൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ദിമി ടീം വിടാറായി എന്ന് നമുക്ക് ഏറെക്കുറെ ഉറപ്പിച്ച് പറയാവുന്ന അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് തന്നെയായാലും ഈ സീസൺ കഴിഞ്ഞോടെ ബ്ലാസ്റ്റേഴ്സുമായി ഗുഡ് ബൈ പറയാൻ തന്നെയായിരിക്കും ദിമി തയ്യാറാവുക. കൂടാതെ ISL ക്ലബ്ബായ മുംബൈ സിറ്റി, ഒഡീഷ FC എന്നീ ടീമുകൾ ദിമിക്ക് പുറകെയുണ്ട്. എന്നാലും അവർ ദിമിയെ കൊണ്ടുപോകുന്നതിന് മുൻപേ സാലറിയൊക്കെ കൂട്ടി നൽകി ദിമിയോടെ നിലനിർത്താൻ സാധിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് നല്ലൊരു സ്ട്രൈക്കറിനെ നഷ്ടപ്പെടില്ല. അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിൽ നല്ലതുപോലെ ദുഃഖിക്കേണ്ടി വരും.